വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പോൾ നോർമലി റിയലായിട്ട് ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മൾ നോർമൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണ വീഡിയോ ആണ്. കുറേ നാളുകളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ അവർക്ക് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്നില്ല, അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല മാം, അതിനെക്കുറിച്ചിട്ട് ഞങ്ങൾക്കൊരു വ്യക്തതയില്ല മാം, അതിനെക്കുറിച്ചിട്ട് പറയും. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു സെഷൻ വെച്ച് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്താൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ കുട്ടികളായാലും പുറത്തുനിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ കുട്ടികൾക്കായാലും കുറച്ചും കൂടി ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ സർട്ടിഫൈഡ് ആവാത്ത കുട്ടികൾ ഇതിനെ കുറിച്ചിട്ട് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സർട്ടിഫൈഡ് ആയ കുട്ടികൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ AAPC ഒരു മെമ്പറാണല്ലോ നമ്മൾ, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, അതിനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ് ആവും. എങ്ങനെയാണ് വൺസ് സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇട്ട് തരാം, ഞാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം അല്ലേ. ഓക്കെ, ഇങ്ങനൊരു ഇത് വരിക. ഇപ്പോൾ AAPC എങ്ങനെ AAPC ലോഗിൻ ചെയ്താൽ നിങ്ങൾ വൺസ് സർട്ടിഫൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AAPCയുടെ സൈറ്റ് എടുക്കുക, അവിടെ സൈൻ ഇൻ ചെയ്യാൻ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. അത് സൈൻ ഇന്നായിട്ട് വരുന്ന ഒരു വിൻഡോ ആയിരിക്കും ഇതുണ്ടായിരിക്കുക. ഇത് മാത്രമല്ല ഫോണിൽ കൂടി എങ്ങനെയാണ് മൈ AAPC ആപ്പ് വെച്ചിട്ട് ചെയ്യണമെന്നും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. മെമ്പർഷിപ്പ് ഉണ്ട്, നമ്മൾ എഡ്യൂക്കേഷൻ ഉണ്ട്, സർട്ടിഫിക്കേഷൻ ഉണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്, ബുക്സ്, സോഫ്റ്റ്വെയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ CEUയുടെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ പറയാൻ പോകണം കേട്ടോ. ഇതിൽ CEU കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് എഡ്യൂക്കേഷൻ, നിങ്ങൾ സ്ക്രീനിൽ കാണണം, എഡ്യൂക്കേഷൻ എടുക്കുക. അവിടുന്ന് വന്നിട്ട് നമ്മൾ ഇതിലെന്താണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. CEU ട്രാക്കേഴ്സ്, വെബിനാർസ്, വർക്ക്ഷോപ്പ്, ലോക്കൽ ചാപ്റ്റേഴ്സ്, ഫ്രീ CEU സെർച്ച്, CEU വെൻഡേഴ്സ്, കോൺഫറൻസ്, ഇത്രയും കാര്യങ്ങൾ അവൈലബിൾ ആണ് നമുക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും എഡ്യൂക്കേഷനിൽ, എഡ്യൂക്കേഷനിൽ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളിൽ കൂടെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളെ CEU അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രീ CEUs. എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള CEUs കിട്ടുക? നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാ മന്തിലും ഒരു വർഷത്തിന് നമുക്ക് 12 CEU സിമ്പിളായിട്ട് കിട്ടാവുന്ന ഒരു ഓപ്ഷനാണ് ഈ ഫ്രീ CEUs. ഇവിടെ പ്രസ് ചെയ്യുക. ഈ ഫ്രീ CEUs പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൽ കുറേ വരുന്നുണ്ട്. അതിൽ ഈ ഫ്രീ CEUsൽ വരുന്ന ലോക്കൽ ചാപ്റ്റർ, ടെസ്റ്റ് യുവർ സെൽഫ്, 4 ഇയർലി വെബിനാർസ്, CMS വെബ് ബേസ്ഡ് ട്രെയിനിങ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൽ ടെസ്റ്റ് യുവർ സെൽഫ്, ഓക്കെ, ടെസ്റ്റ് യുവർ സെൽഫ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കറിയാം ഇപ്പോൾ ജാനുവരി 2022 ആണ് അല്ലേ. ഇതുവരെ നമുക്ക് 2021 ഇതാന്ന് വെച്ചാൽ ഈ 2021 ഇതാക്കുക. അതിലെന്താണ് ഡിസംബർ 2021 ഇതൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞത്. അതിപ്പോൾ എൻ്റെ ലോഗിനാണ് കാണുന്നത്, നിങ്ങൾക്കുണ്ടായിരിക്കുക 2021. ഇനിയിപ്പോൾ നമുക്ക് ജാനുവരി ആയിരിക്കും എടുക്കുക, ജാനുവരി 2022 എടുക്കുക. അതിൽ ഈ ടെസ്റ്റ് യുവർ സെൽഫ് അടിക്കുക. ടെസ്റ്റ് യുവർ സെൽഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ഇട്ടിട്ട് പോകാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ 1ൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. അതിൽ വായിച്ച് നോക്കി ABCD ആണ്. ഇതിൻ്റെ ആൻസേഴ്സ് പല മെത്തേഡിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മൾ സ്റ്റുഡൻസിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാനും എങ്ങനെയാണ് അത് ആൻസർ ചെയ്യുക എന്നുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തരും. അപ്പോൾ അതിൽ നോക്കുക, ഇതിൽ ഓരോ ആൻസർ ഇതിൽ ഇപ്പോൾ ഞാൻ കറക്റ്റ് ആവില്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ആക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നും ഇങ്ങനെ ആക്കുക. അങ്ങനെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും.
കണ്ടോ, ഇതുപോലെയാണ് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ള ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. പ്രിന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. എഡ്യൂക്കേഷൻ എടുക്കുക, ഫ്രീ CEUs, ടെസ്റ്റ് യുവർ സെൽഫ്, ഇതിൽ കണ്ടോ ഈ 2021 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചു. അവിടെ ഗ്രീൻ ടിക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ചെയ്ത് വെച്ചു. അതിൻ്റെ CEU എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. കണ്ടോ, ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചത് ഇങ്ങനെ ഓരോന്നും നമുക്ക് ഗ്രീൻ ടിക്ക് വരും. ഓക്കെ, ഇനിയിപ്പോൾ നോർമലി ചെയ്യാത്ത ഒരാളാണെന്ന് വെച്ചാൽ ഈ 20ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രേഡ് എന്നുള്ളൊരു ഓപ്ഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ CEU കയറിയിട്ട് ഉണ്ടായിരിക്കും. ഗ്രേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി CEU കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു 12 CEU ഒരു വർഷം നമുക്ക് വീട്ടിലിരുന്നോണ്ടല്ല, മീൻസ് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രീ CEUs. ഇനി ഇതിൽ ലോക്കൽ ചാപ്റ്ററിൽ 4 ഇയർലി വെബിനാർസ്, ഇതുപോലെ ഓരോ വെബിനാർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇനി വരുന്ന അവൈലബിൾ ആയിട്ടുള്ള വെബിനാർസ് കാര്യങ്ങളൊക്കെ ഇത് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു CEU കിട്ടും. അതേപോലെ ഈ ഇതൊക്കെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്ടോബർ 2021 ഒക്കെ കാണുന്നില്ലേ, അത് വാച്ച് ചെയ്താൽ നമുക്ക് ഒരു CEU കിട്ടും. അങ്ങനെ ഓൾമോസ്റ്റ് നമുക്കൊരു 30 CEU അടുത്ത ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഏൺ ചെയ്യണം. അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു, നമ്മൾ എഡ്യൂക്കേഷനിൽ ഫ്രീ CEUs എടുത്തു. ഫ്രീ CEUs എടുക്കുമ്പോൾ നമുക്ക് ലോക്കൽ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. പിന്നെ അതേപോലെ ടെസ്റ്റ് യുവർ സെൽഫ്, ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതേപോലെ 4 ഇയർലി വെബിനാർസ്. പിന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള നിങ്ങൾ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് മെയിൽ വരും ഇന്ന ദിവസം ഇന്ന ലോക്കൽ ചാപ്റ്റർ മീറ്റിംഗ്. ഇപ്പോൾ കോവിഡൊക്കെ ആയ കാരണം നമുക്ക് ഓൾറെഡി നമുക്ക് ഫോണിൽ തന്നെ ആ ലോക്കൽ ചാപ്റ്റർ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ഓൾറെഡി നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് CEUൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഫ്രീ CEUs എങ്ങനെയാണ് എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം ഇനി ഞാൻ ഇതിൽ പറയാൻ പോകണമെന്ന് വെച്ചാൽ ഈ CEU നിങ്ങൾക്ക് കുറേ എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ലേ. ഈ എൻ്റർ ചെയ്ത CEU എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഇനി എത്രയാണ് നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ളതെന്നുള്ള കാര്യമാണ് കാണാം. അത് തന്നെ ഈ എഡ്യൂക്കേഷനിൽ പോവുക, അതിൽ ഫസ്റ്റത്തെ CEU ട്രാക്കർ എടുക്കുക. ഓക്കെ, CEU ട്രാക്കർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ താഴെ ഇപ്പോൾ ഞാൻ നവംബർ 2021 എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓൾറെഡി ഒരു CEU എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഞാൻ ഡിസംബർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ CEU എനിക്ക് കിട്ടിയിട്ടുണ്ട്. താഴെ പോയാൽ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നത് ഈ ഒരു വർഷത്തേക്ക് റിന്യൂവൽ ടൈമിന് ആവശ്യം ഉണ്ടായിരുന്നതെന്ന് പറയാൻ 24 CEU എന്ന് എനിക്ക് റിക്വയർ ആയിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന എൻ്റെ CEUവിൽ റിന്യൂവേഷൻ ടൈമിൽ. പക്ഷെ എൻ്റെ ഓൾറെഡി 30 ഇപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 30 ആണ് എൻ്റർ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഈ CEU കിട്ടുകയെന്ന് വെച്ചാൽ 12 CEU എവിടെ നിന്ന് കിട്ടും, നമുക്ക് ഇതേപോലെ കിട്ടും. ഓരോ മന്ത്ലി അസസ്മെൻ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇതേപോലെ വെബിനാർ, ലോക്കൽ ചാപ്റ്റേഴ്സ്, അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് അങ്ങനെ കിട്ടും. പിന്നെ അതല്ലാണ്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ വരാറുണ്ട്. ആ നമ്പേഴ്സിൽ ആഡ് CEU കൊടുക്കുക, ഇൻഡെക്സ് നമ്പർ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെയും CEU ഏൺ ചെയ്യാൻ പറ്റും. ആ ഇൻഡെക്സ് നമ്പർ നമുക്ക് ഓരോ ഗ്രൂപ്പുകളിൽ നിന്നും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. പിന്നെ അതേപോലെ ഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ സാധാ ഡേറ്റ് മന്ത് അങ്ങനെ കൊടുക്കരുത്. മന്ത് ആദ്യം പിന്നെ ഡേറ്റ് ആദ്യം അങ്ങനെ ആയിട്ട് വേണം കൊടുക്കാൻ. പിന്നെ സേവ് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് CEU എൻ്റർ ചെയ്യാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് CEUവിൽ നമുക്ക് ഇതൊരു ജസ്റ്റ് ലാപ്ടോപ്പിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ. ഇനി ഫോണിൽ നമ്മൾ AAPC ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടോ ഫ്രീ ആകുമ്പോൾ ഉള്ള വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ചെയ്യാം.
ഓക്കെ, ഇപ്പൊ CEUവിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും അല്ലേ? പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻഡസ് എഡ്യൂക്കേഷൻ്റെ ഇത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതേപോലെ ലിങ്ക്ഡിൻ പേജസ്, യൂട്യൂബ് ചാനൽ, നമ്മൾ കമ്മ്യൂണിറ്റി ടാബ്, ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷനും നമ്മുടെ ഇൻഡസ് എഡ്യൂക്കേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും നോക്കിയാലും നിങ്ങൾക്ക് അപ്ഡേഷൻസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ CEUവിൻ്റെ കാര്യങ്ങൾ ഇപ്പം പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളാണ് എന്നോട് ചോദിക്കണം, അവർക്ക് അറിയാതെ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനും ഇതായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി CEUവിൻ്റെ കാര്യങ്ങളൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് പിന്നീട് നമ്മൾ സെഷനൊക്കെ വെച്ച് അറിയിച്ചു കൊടുക്കും. അതുപോലെ ഇത് ശരിക്കുള്ള കണ്ടൻസും AAPC എന്നുള്ള ഡയറക്റ്റ് കാര്യങ്ങളും ഒക്കെ നമുക്ക് നിങ്ങളടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നെക്സ്റ്റ് ബാച്ച് എപ്പോഴാണ്, ഈ January 31 നമ്മളെ നെക്സ്റ്റ് ബാച്ച് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലത്തെ CEUവിൻ്റെയും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.